പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലി ഇടതുമുന്നണിയിൽ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ CPIയുടെ നിർണായക സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരും. നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് CPMും CPIയും വ്യക്തമാക്കി കഴിഞ്ഞു. മുന്നണിയിൽ ധാരണയാകും മുമ്പ് ഉപനേതൃ പദവി പരസ്യമായി ആവശ്യപ്പെട്ട ബിനോയ് വിശ്വത്തിന്റെ നടപടിയിലും CPIയിൽ അമർഷമുണ്ട്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായി എഴുന്ന പ്രതിഷേധം അറിയിക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. മുന്നണി ഐക്യം കൂടി കണക്കിലെടുക്കണമെന്ന ആവശ്യവും CPIയിലുണ്ട്. അരുൺ തന്നെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, നാളുകളായി തുടരുന്ന ഈ തർക്കമാണ് CPI CPMുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കം. CPI അയവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? നാണംകെട്ട തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വല്ലാത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് സംസ്ഥാനത്തെ ഇടതുമുന്നണി. അത് ഇടതുമുന്നണിയുടെ നിയമസഭാ കക്ഷി യോഗം പോലും ചേരാൻ ഇതുവരെ കഴിയാത്ത തരത്തിലുള്ള കടുത്ത പ്രതിസന്ധി. ആ പ്രതിസന്ധിക്ക് കാരണം പ്രതിപക്ഷ നേതൃ പദവി എന്നത് തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണം, അത് CPM കൈവശം വയ്ക്കുമോ CPI എടുക്കുമോ എന്ന തർക്കമാണിപ്പോൾ മുന്നണിയിലുള്ളത്. പതിവിൽ വിപരീതമായി വളരെ നേരത്തെ CPI പദവി ആവശ്യപ്പെട്ടു. തങ്ങൾക്ക് ഇത്തവണ പ്രതിപക്ഷ ഉപനേതൃ പദവി വേണം. അത് മുന്നണി കൺവീനർ കത്ത് നൽകിയതിന് പുറമെ പരസ്യമായി മാധ്യമങ്ങളിലൂടെ അവകാശവാദം പലതവണ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഉന്നയിച്ചു. അവിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. അത് മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്ന നിലപാട് CPM സ്വീകരിച്ചു. 2011 ആദ്യമായി ഇടതുപക്ഷം ഈ പ്രതിപക്ഷ ഉപനേതൃ പദവി ഏറ്റെടുക്കുന്നത്. അന്ന് കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ പ്രതിപക്ഷതാകുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായി. അത് തുടർന്ന് ഇങ്ങോട്ട് എപ്പോഴും ആ ഒരു പദവി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനുശേഷം പ്രതിപക്ഷത്തേക്ക് വരുന്ന ആദ്യമാണ് ഇടതുമുന്നണി. അതുകൊണ്ട് CPM തന്നെ കൈവശം വയ്ക്കുമെന്ന് അർദ്ധശങ്കയ്ക്കിടയില്ലാതെ CPM നേതൃത്വം വ്യക്തമാക്കി. CPIയും നിലപാടിൽ പിന്നോട്ടില്ല. ഇന്നലെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPM ആസ്ഥാനത്തെത്തി ചർച്ച നടത്തി ഞങ്ങളുടെ നിലപാട് ആവർത്തിച്ചു. CPM അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നു. അതോടുകൂടിയാണ് പ്രതിസന്ധി രൂക്ഷമാകുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. എന്ത് ചെയ്യും ഈ വിഷയത്തിൽ? CPM വിട്ടുകൊടുത്തില്ലെങ്കിൽ രാഷ്ട്രീയ നാണക്കേടായി CPIക്ക് മാറും. കാരണം പരസ്യമായ സംസ്ഥാന സെക്രട്ടറി ആവശ്യപ്പെട്ടതാണ്. പ്രത്യേക ബ്ലോക്കായി നിയമസഭയിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കണമെന്ന് പറയുന്നവർ CPIയിലുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ ദുർബലമായ ഇടതുമുന്നണിയെ ഒന്നുകൂടി ദുർബലമാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂ. അതുകൊണ്ട് ആ നീക്കം മുന്നോട്ട് പോകേണ്ട എന്ന അഭിപ്രായമുള്ളവരുണ്ട്. ഏതായാലും വളരെ നിർണായകമായ സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനങ്ങളെടുക്കും. ഏത് തരത്തിലാണ് ഈ പ്രതിപക്ഷ ഉപനേതൃത്വ പദവി വിട്ടു നൽകാത്ത CPMന്റെ നിലപാടുള്ള പ്രതിഷേധം CPI രേഖപ്പെടുത്തുക എന്ന് ഇന്നറിയാം. നിർണായകമാണ്. കുറച്ചധികം നാളുകളായി ഈ തർക്കങ്ങൾ തുടങ്ങുന്നു. നാണംകെട്ട തോൽവിയാണ്. അത് കൂടുതൽ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്കാണ് ഇടതുമുന്നണിക്ക് ഈ തർക്കങ്ങൾ മാറുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വിവരണമാണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.